السلام عليكم ورحمة الله وبركاته. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ആമീൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ പ്രിയങ്കരായ ഇമാം ഹസ്രത്ത് ഖലീഫത്തുള്ള മുനീർ അഹമ്മദ് അസീം അയ്യദഹുല്ലാഹു തആല ബിൻ നസ്രിൽ അസീസ് മാനവകുലത്തിന് സമർപ്പിക്കുന്ന വിശുദ്ധ ഖുർആൻ വിശദീകരണ അധ്യാപനങ്ങളാണ് നമ്മൾ മനസ്സിലാക്കി പ്രവർത്തിക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി സൂറ ബഖറയിലെ 2-ാം അധ്യായത്തിലെ 45-ാം വചനത്തിൽ നിങ്ങൾ നന്മ ചെയ്യാൻ ജനങ്ങളോട് കൽപ്പിക്കുകയും നിങ്ങൾ സ്വയം അത് മറന്നു പോവുകയും ചെയ്യുകയാണോ? നിങ്ങൾ വേദഗ്രന്ഥം പാരായണം ചെയ്യുന്നുമുണ്ട്, നിങ്ങൾ ബുദ്ധി ഉപയോഗിക്കുന്നില്ലേ എന്ന ചോദ്യത്തിൻ്റെ വിശദീകരണത്തിൻ്റെ അവസാന ഭാഗത്ത് ഹസ്രത്ത് ഖലീഫത്തുള്ള പറയുന്നു, എവറി ഡേ you are lucky to hear revelations coming from the heavens. എല്ലാ ദിവസവും you are lucky, നിങ്ങൾ സുകൃതം ചെയ്യുന്നവരാണ്, ഭാഗ്യവാന്മാരാണ്. to hear revelations, വെളിപാടുകൾ കേൾക്കുന്നത്. coming from the heavens, ആകാശങ്ങളിൽ നിന്ന്, ഉന്നതങ്ങളിൽ നിന്ന് വെളിപാടുകൾ വന്നുകൊണ്ടിരിക്കുന്നത് കേൾക്കുവാൻ നിങ്ങൾക്ക് എല്ലാ ദിവസവും അവസരമുണ്ട്. Therefore, അതുകൊണ്ട് don't make as if you don't understand. നിങ്ങൾ ഒന്നും മനസ്സിലാകാത്തവരെ പോലെ നിങ്ങൾ പ്രവർത്തിക്കരുത്. Don't make as if you don't understand. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്ന രീതികളുണ്ടല്ലോ, ഇതൊന്നും പാടില്ല. ദിവസവും അള്ളാഹുവിൽ നിന്നുള്ള വെളിപാടുകൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു, അത് നിങ്ങൾ കേൾക്കുന്നുണ്ട്, അത് നിങ്ങൾ അറിയുന്നുണ്ട്. എന്നിട്ട് എനിക്കിതൊന്നും മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞ് നമ്മൾ ചെയ്യേണ്ട ഉത്തരവാദിത്വങ്ങളൊക്കെ മറ്റുള്ളവരെ ഏൽപ്പിച്ചിട്ട് ജീവിക്കുന്ന ഈ ജീവിതം നിങ്ങൾ കരുതിയിരിക്കണം എന്ന മുന്നറിയിപ്പാണ് നൽകുന്നത്. ഡോണ്ട് ബിഹേവ് ലൈക്ക് ജ്യൂസ് ആൻഡ് ക്രിസ്ത്യൻസ്. ജൂതന്മാരും ക്രിസ്ത്യൻസും ചെയ്തതുപോലെ പെരുമാറിയതുപോലെ നിങ്ങൾ പെരുമാറരുത്. ഹു യൂസ്ഡ് ടു സേ, അവർ പറയുമായിരുന്നു, ആൻഡ് ഗിവ് കമാൻഡ്സ് ടു അതേഴ്സ്, അവർ പറയുന്നത് എന്താ, മറ്റുള്ളവർക്ക് കൽപ്പന കൊടുക്കും, നിങ്ങളത് ചെയ്യണം കേട്ടോ, നിങ്ങൾ ഇത് ചെയ്യണം കേട്ടോ എന്ന്. പക്ഷേ അവർ സ്വയം അത് ചെയ്യത്തില്ല. അത് പിന്നീട് ഒരു ആപ്തവാക്യം പോലെയായി വന്നു. അവർ എങ്ങനെയാണ് പറയുന്നത്, ഡു വാട്ട് ഐ ടെൽ യു. അവരുടെ പുരോഹിതന്മാർ അവരോട് പറയുന്നത്, ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ചെയ്യുക. ഡു വാട്ട് ഐ ടെൽ യു, ഞാൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുക. ഡോണ്ട് പുട്ട് ഇൻ ടു പ്രാക്ടീസ് വാട്ട് ഐ ഡു, ഞാൻ ചെയ്യുന്നത് നിങ്ങൾ പ്രവൃത്തിവാദത്തിൽ കൊണ്ടുവരരുത്. അപ്പോൾ അവർ പറയുക മാത്രം, നന്മ അവർ പറയും, പക്ഷേ അവർ ഒരു കാര്യം കൂടി പറയുന്നു, ഡോണ്ട് പുട്ട് ഇൻ ടു പ്രാക്ടീസ് വാട്ട് ഐ ഡു. ഞാൻ ചെയ്യുന്നത് എന്നെ നോക്കിയിട്ട് ഞാൻ ചെയ്യുന്നത് പോലെ നിങ്ങൾ ചെയ്യരുത്.
ഞാൻ പറയുന്നത് നിങ്ങൾ ചെയ്യുക എന്ന നിലയിലേക്ക് കാര്യങ്ങൾ നീങ്ങിപ്പോയിരിക്കുന്നു. അങ്ങനെ അവരുടെ പുരോഹിതന്മാർ പറയുന്നു. ഇതുപോലെ മുസ്ലിം ലോകത്തിലുള്ള പുരോഹിതന്മാരും ഇന്ന് അവർ ദീനീ കാര്യങ്ങളൊക്കെ വിളിച്ചു പറയും. പക്ഷേ അവരവരുടെ നിത്യജീവിതത്തിൽ ഇതൊന്നും കാണിക്കുകയില്ല. നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തെ മുറുകെ പിടിച്ചുകൊള്ളണമെന്നും വിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനത്തെ മുറുകെ പിടിച്ചുകൊള്ളണമെന്നും ലോകത്തോട് ഹസ്രത്ത് ഖലീഫ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയും ഓരോ നൂറ്റാണ്ടിലും അതിൻ്റെ പ്രതിനിധികൾ വന്ന് അതാത് കാലത്തിലുള്ള ആളുകളെ ഇതേ കാര്യം തന്നെ ഉണർത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. തുടർന്ന് വിശുദ്ധ ഖുർആൻ ബഖറയിലെ 46-ാം വചനത്തിൽ അല്ലാഹു തആല പറയുന്നു, വസ്തഈനൂ ബിസ്സബ്രി വസ്സലാത്ത് വഇന്നഹാ ലകബീറത്തുൻ ഇല്ലാ അലൽ ഖാശിഈൻ. വസ്തഈനൂ, നിങ്ങൾ സഹായം തേടിക്കൊള്ളുക, ബിസ്സബ്രി വസ്സലാത്ത്, സബർ കൊണ്ടും സലാത്ത് കൊണ്ടും. സബർ എന്ന് പറഞ്ഞാൽ ക്ഷമ, വസ്സലാത്ത് പ്രാർത്ഥന. ഇത് രണ്ട് കാര്യങ്ങൾ മനുഷ്യജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. സബർ എന്ന് പറയുമ്പോൾ നമുക്കിഷ്ടമില്ലാത്ത എന്തെങ്കിലും ഒരു കാര്യം ഒരാൾ പറയുകയോ ചെയ്യുകയോ ചെയ്യുമ്പോൾ ആ കാര്യത്തിനോട് ഉള്ള പ്രതികരണം എന്ന നിലയിൽ നമുക്ക് ക്ഷമിക്കാൻ കഴിയുന്ന ഒരു വലിയ അവസ്ഥാവിശേഷമാണത്. ഇന്ന് ലോകത്ത് ഇത് വളരെ അത്യപൂർവമായ ഒരു വസ്തുവായി മാറിയിരിക്കുന്നു ക്ഷമ. അതുപോലെ വസ്സലാത്ത്, കൃത്യമായ നിലയിലുള്ള നമസ്കാരം. ഈ ക്ഷമയും നമസ്കാരവും എന്താണെന്ന് വിശദീകരിക്കുന്നുണ്ട്. എന്നിട്ട് തുടർന്ന് പറയുന്നു, വഇന്നഹാ ലകബീറത്തുൻ, അതൊരു വലിയ എടുക്കാൻ വയ്യാത്ത ഭാരമായിട്ടാണ് ഈ രണ്ട് കാര്യങ്ങൾ മനുഷ്യൻ ഇന്ന് ലോകത്ത് കാണുന്നത്. ഇല്ലാ അലൽ ഖാശിഈൻ, അള്ളാഹുവിലുള്ള ഭയഭക്തി ഇല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ട് കാര്യങ്ങൾ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അള്ളാഹുവിൽ എത്രത്തോളം നമുക്ക് വിശ്വാസവും അവനിൽ ഭയഭക്തിയും ഉണ്ടോ അതിനനുസരിച്ച് ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് എളുപ്പമാവും. അവനിൽ വിശ്വാസക്കുറവ് ഉള്ളിടത്തോളം കാലം നമുക്ക് ഈ രണ്ട് കാര്യം ശരിക്ക് ചെയ്തുകൊണ്ട് പോകാനും പറ്റില്ല. ക്ഷമയും ഉണ്ടാകില്ല, അതുപോലെ നിസ്കാരവും ശരിയായിട്ട് പോവുകയില്ല. ഹസ്രത്ത് ഖലീഫത്തുള്ള ഇതിന് നൽകുന്ന വിശദീകരണം, പേഷ്യൻസ് മീൻസ്, ഈ ക്ഷമ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് പേഷ്യൻ്റ് പെർസിവറൻസ്, ക്ഷമാശീലത്തോടെയുള്ള സ്ഥിരോത്സാഹം. നമ്മൾ ചെയ്യുന്ന പ്രവർത്തിക്ക് നിത്യമായി ചെയ്യണമെങ്കിൽ, കൃത്യമായി ചെയ്യണമെങ്കിൽ, കണിശമായി ചെയ്യണമെങ്കിൽ ക്ഷമയോടുകൂടി സ്ഥിരോത്സാഹം ഉണ്ടായിരിക്കണം. എന്നും അത് ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് ക്ഷമ ഉണ്ടാകുകയുള്ളൂ, ക്ഷമയോടുകൂടി ആ കാര്യം ചെയ്യാൻ. അതുപോലെ കോൺസ്റ്റൻസി, നല്ല ഉറപ്പുണ്ടായിരിക്കണം, മനസ്സിൽ ഉറച്ചിട്ടായിരിക്കണം അത് ചെയ്യേണ്ടത്. എങ്കിൽ മാത്രമേ നമുക്ക് ആ പ്രവൃത്തി ചെയ്യാൻ കഴിയുകയുള്ളൂ. അപ്പം സ്ഥിരോത്സാഹമുണ്ടാകണം, ക്ഷമയോടുകൂടിയുള്ള സ്ഥിരോത്സാഹമുണ്ടാകണം, മനസ്സിൽ അത് നല്ല ഉറപ്പായിരിക്കണം. ഇത് ചെയ്യേണ്ടത്, ഇങ്ങനെ ആയിരിക്കേണ്ടത് എൻ്റെ ജീവിതത്തിന് അനിവാര്യമാണ് എന്ന ഉറപ്പ് നമുക്കുണ്ടായിരിക്കണം. സ്റ്റെഡ്ഫാസ്റ്റ്നെസ്, അതുപോലെ ദൃഢചിത്തത, അതിൽ ഒരു മാറ്റവുമില്ല, ഒരു ഇളക്കവുമില്ല. ഞാൻ അള്ളാഹുവിൽ വിശ്വസിക്കുന്നു, അവൻ്റെ തൃപ്തിക്കായിട്ട് ഞാൻ സകലതും ക്ഷമിക്കും. അതുപോലെ അവൻ്റെ മുമ്പിൽ സലാത്തിനായി ഞാൻ എൻ്റെ ശിരസ് കുനിച്ച് നിൽക്കും. അതൊരു സ്ഥിരോത്സാഹം. ഫേംനെസ് ഓഫ് പർപ്പസ്, ഇതൊക്കെ നമുക്കിങ്ങനെ ചെയ്യാൻ കഴിയുന്നത് ലക്ഷ്യത്തിനോടുള്ള ഉറപ്പാണ്. നമ്മൾ ഒരു ലക്ഷ്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഉറപ്പായ ഒരു ലക്ഷ്യബോധത്തോടു കൂടിയാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നതെങ്കിൽ ഇതൊക്കെ കൃത്യമായിട്ട് തന്നെ നമ്മൾ ചെയ്യും. നമുക്ക് ആർക്കും അപ്രകാരം ഒരു ഉറച്ച ലക്ഷ്യബോധമോ ദൃഢചിത്തതയോ മനസ്സിലെ ഉറപ്പോ സ്ഥിരോത്സാഹമോ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ജീവിതത്തിൽ വിജയിക്കാതെ പോകുന്നു.
ഇതൊക്കെ വെറുതെ നമ്മൾ കേൾക്കുന്നു എന്നേ ഉള്ളൂ. നമ്മുടെ പരിശുദ്ധ പ്രവാചക പ്രഭു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രതിനിധി നമ്മെ സന്ദർശിക്കുന്നതിനായിട്ട് വളരെ വലിയ ത്യാഗങ്ങൾ അനുഭവിച്ച് ഈ അടുത്ത മാസാദ്യത്തിൽ ഇൻഷാ അല്ലാഹ് എത്തിച്ചേരും എന്നുള്ള ശുഭപ്രതീക്ഷ നമുക്ക് വെച്ച് പുലർത്തുന്ന നമുക്ക് അദ്ദേഹത്തിനെ സ്വീകരിക്കുന്നതിന് വേണ്ടി അദ്ദേഹം വന്ന് കുറച്ച് ആഴ്ചകൾ അല്ലെങ്കിൽ മാസങ്ങൾ നമ്മളോടൊപ്പം ചെലവഴിക്കുന്നതിനായി നമ്മൾ എന്ത് മുന്നൊരുക്കങ്ങളാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്, എന്താണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ഓരോരുത്തരും ദിവസവും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വരുമെന്നുള്ള വാർത്ത കിട്ടിയതിന് ശേഷം മദീനാവാസികൾ മദീന അതിർത്തി വരെ ചെന്ന് നോക്കി നിൽക്കുമായിരുന്നു എന്നാണ് പറയുന്നത്. നമുക്ക് അതിൻ്റെ ആ പ്രതിനിധിയാണ് ഈ കാലഘട്ടത്തിൽ അങ്ങ് എത്രയോ വിദൂരതയിൽ നിന്ന് എന്ത് ത്യാഗം സഹിച്ച് നമ്മുടെ അടുത്തേക്ക് വരാൻ പോകുന്നത്. അദ്ദേഹം വന്നെത്തിയ ഈ സ്ഥലങ്ങളിലൊക്കെ അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹം നമ്മൾ മനസ്സിലാക്കേണ്ടത്, അഖില ബ്രഹ്മാണ്ഡ ഘടാകത്തെയും സൃഷ്ടിച്ച് സംരക്ഷിക്കുന്ന, നിത്യവും നമുക്ക് വായുവും ജലവും ആഹാരവും നൽകിക്കൊണ്ടിരിക്കുന്ന, രാവും പകലും നൽകിക്കൊണ്ടിരിക്കുന്ന ജഗന്യന്താവായ അള്ളാഹുവുമായി സംസാരിക്കുന്ന ഒരു വ്യക്തി നമ്മുടെ അടുത്തേക്ക് കടന്നു വരുവാൻ ആഗ്രഹിച്ചുകൊണ്ടുള്ള അറിയിപ്പുകൾ നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അത് അദ്ദേഹത്തെ സ്വീകരിക്കുന്നതിന് വേണ്ടി അദ്ദേഹം എത്തിച്ചേരുന്ന സ്ഥലങ്ങളെ എങ്ങനെ മനോഹരങ്ങളാക്കാം, എങ്ങനെ നല്ല നിലയിലേക്ക് എത്തിക്കാൻ എന്നുള്ളതിന് എന്ത് സേവനമാണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ച് അനേകം ആളുകൾ അങ്ങനെ കാരണം നമ്മുടെ പെർസിവറൻസ് ആൻഡ് കോൺസ്റ്റൻസി, ഈ സ്ഥിരോത്സാഹവും മനസ്സിൽ ഉറപ്പും ദൃഢചിത്തതയും ലക്ഷ്യബോധവും ഉള്ളവർക്കാണ് എന്താണ് ഞാൻ ചെയ്യേണ്ടത്, ഈ കാര്യത്തിൽ എന്ത് സഹായമാണ് വേണ്ടത് എന്ന് പറയാൻ കഴിയും. അല്ലാത്തവരൊക്കെ നല്ല ശ്രോതാക്കളായിട്ട് ഞാൻ ഇരുന്നിട്ട് നല്ല കട്ടണമടിച്ച് വീണ്ടും വിമർശനങ്ങളുമായിട്ട് മുന്നോട്ട് പോകും. ഇതാണ് ഇന്ന് ലോകത്ത് നടക്കുന്നത്. ദിസ് വേഴ്സ് മേ ബി ടേക്കൺ ടു ബി അഡ്രസ്ഡ് എയ്തർ ടു ദ ജൂസ് ഓർ ടു ദ മുസ്ലിംസ്. ഇത് ജൂതന്മാരുടെ അടുത്ത് മുൻകാലത്ത് ജീവിച്ചിരുന്ന കുറച്ച് ആളുകൾ ഉണ്ടായിരുന്നു, അങ്ങനെ ഒരു വിഭാഗം ആളുകൾ, ഇതുപോലെ കേട്ടിട്ട് പോകുന്ന ആളുകൾ, അവരെയോ അല്ലെങ്കിൽ ഓർ ടു ദ മുസ്ലിംസ്, ഇന്ന് മുസ്ലിങ്ങൾ എന്ന് പറയുന്നവർക്കോ ആണ് ഇത് ബാധകമായിട്ടുള്ളത്. നിങ്ങൾക്ക് ലക്ഷ്യബോധമുണ്ടെങ്കിൽ, ക്ഷമയുണ്ടെങ്കിൽ, അള്ളാഹുവിനെ മാത്രം മതിയെന്നുണ്ടെങ്കിൽ നിങ്ങൾ അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് വിധേയമായിട്ട് ജീവിക്കുവാൻ ശ്രമിക്കുക. അവൻ്റെ കൽപ്പനകൾ അവൻ പൂർത്തിയാക്കുന്നു. ഓരോ നൂറ്റാണ്ടിലും അവൻ ഇപ്രകാരം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രതിനിധിയെ നിയോഗിക്കുമെന്ന് പറഞ്ഞു, നിയോഗിച്ചു. നമ്മുടെ മുന്നിലും വരുന്നുണ്ട്, വരാൻ വേണ്ടി ശ്രമിക്കുന്നു. അതിനുവേണ്ടി, ആ കാര്യത്തിന് വേണ്ടി ആര്, എവിടെ, എന്ത്, എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതിനെക്കുറിച്ച് ഓരോരുത്തരും ആത്മപരിശോധന നടത്തി നോക്കേണ്ടത് തന്നെയാണ്. The Israelites should not be hasty in rejecting the Holy Prophet Muhammad sallallahu alaihi wasallam, but should seek to find out the truth with patience and prayer. ഇസ്രായേൽക്കാർ ഷുഡ് നോട്ട് ബി ഹേസ്റ്റി, അവർ തിടുക്കമുള്ളവരായി തീരരുതായിരുന്നു. ഇൻ റിജക്റ്റിംഗ്, നിരസിക്കുന്ന കാര്യത്തിൽ, ദ ഹോളി പ്രോഫറ്റ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ, പരിശുദ്ധ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തിരസ്കരിക്കുന്ന കാര്യത്തിൽ അവർ തിടുക്കം കാണിക്കരുതായിരുന്നു ഇസ്രായേലുകാർ. അവർ തിരസ്കരിച്ചത് മൂലം വന്ന വിപത്തുകൾ അവർ മനസ്സിലാക്കേണ്ടതായി. ബട്ട് ഷുഡ് സീക്ക് ടു ഫൈൻഡ് ഔട്ട് ദ ട്രൂത്ത്, അതിലെ സത്യാവസ്ഥ കണ്ടെത്താൻ വേണ്ടി അവർ അന്വേഷിക്കേണ്ടതായിരുന്നു. വിത്ത് പേഷ്യൻസ് ആൻഡ് പ്രയർ, അതിന് രണ്ട് കാര്യം വേണം. ഒന്ന് ക്ഷമ, മറ്റൊന്ന് പ്രാർത്ഥന. ഈ ക്ഷമയും പ്രാർത്ഥനയും കൊണ്ട് മാത്രമാണ് സത്യാവസ്ഥ മനസ്സിലാക്കുവാൻ നമുക്ക് കഴിയുന്നത്. കാരണം ജഗന്നിയന്താവായ അള്ളാഹു നിയോഗിക്കുന്ന ഒരു വ്യക്തി ഭൂമുഖത്ത് നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അതിന് ധൃതി പിടിച്ചൊരു മറുപടി അല്ല പറയേണ്ടത്. ക്ഷമാപൂർവം, പ്രാർത്ഥനാപൂർവം അതിൻ്റെ സത്യാവസ്ഥ കണ്ടെത്താൻ ശ്രമിക്കലായിരുന്നു വേണ്ടിയിരുന്നത്. ഇസ്രായേൽസ് അങ്ങനെ ആയിരുന്നു ചെയ്യേണ്ടത്. എന്തിനാ ഈ ഉദാഹരണമൊക്കെ പറയുന്നത്?
നമ്മുടെ മുമ്പിലും ഒരു ദൂതൻ വന്ന് നിൽക്കുകയാണ്. ഓർ ഇറ്റ് മേ ബി ടേക്കൻ ടു ബി അഡ്രസ് ടു മുസ്ലിംസ്, അല്ലെങ്കിൽ ഇത് മുസ്ലിങ്ങളെ അഭിസംബോധന ചെയ്യുന്നതായിട്ട് തന്നെ ഇതിനെ കണക്കാക്കണം. ആൾസോ ഇൻ ദി സിറ, ഇത് ഈ നൂറ്റാണ്ടിലേക്കും കൂടി ഉള്ളതാണ് എന്നറിയണം. ഈ നൂറ്റാണ്ടിലും ഇതാ നിങ്ങളുടെ മുമ്പിൽ ഒരു ദൂതൻ വന്ന് നിൽക്കുന്നു. അപ്പോൾ കഴിഞ്ഞ നൂറ്റാണ്ടുകളിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമന സമയത്ത് മാത്രമല്ല ഈ ഖുർആൻ നിലനിൽക്കുന്നത്. ഇത് എല്ലാ നൂറ്റാണ്ടുകളിലും എല്ലാ ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്നതാണ്. ആ കാലത്ത് ആ സമയത്ത് അവരങ്ങനെ ഒരു ധൃതി പിടിച്ച തീരുമാനമെടുത്തു, ഇവൻ കള്ളനാണ് എന്ന്, ഭ്രാന്തനാണ് എന്ന്. അങ്ങനെ അദ്ദേഹത്തിനെ അവരങ്ങ് തള്ളിക്കളയുകയായിരുന്നു ചെയ്തത്. ഇതുപോലെ ലോകത്തിൻ്റെ മുമ്പിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രതിനിധിയായിട്ട് ഒരാൾ വന്നു നിൽക്കുന്നു. ഇത് മുസ്ലിം ലോകം തള്ളിക്കളഞ്ഞു. ഈ തള്ളിക്കളഞ്ഞ ആളുകൾക്ക് വേണ്ടി സേവനം ചെയ്തുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി അല്ല. ആണോ? ഓരോരുത്തരും ആലോചിച്ച് നോക്കുക. അതുകൊണ്ട് ഈ നൂറ്റാണ്ടിൽ ഇതാ ഈ വചനം മുസ്ലിങ്ങളെയും അഡ്രസ്സ് ചെയ്യുകയാണ്, അഭിസംബോധന ചെയ്യുകയാണ്. ദ ഖുർആൻ ഹിയർ ടേൺസ് ടു ദ മുസ്ലിംസ്. ഒരു വിശുദ്ധ ഖുർആൻ ഇവിടെ മുസ്ലിങ്ങളെ തിരിക്കുകയാണ്. ആൻഡ് ഗിവേഴ്സ് ദം എ മെസ്സേജ് എന്ന് അവർക്കൊരു സന്ദേശം നൽകുകയാണ് ഇവിടെ മുസ്ലിങ്ങൾക്ക്. ഓഫ് ഹോപ്പ് ആൻഡ് എൻകറേജ്മെൻറ്റ്, ഒരു പ്രതീക്ഷയും ഒരു പ്രോത്സാഹനവും അവർക്ക് നൽകുകയാണ്. ഇതാ നിങ്ങൾക്ക് വന്നിരിക്കുന്നു, നിങ്ങൾക്കിതാ ലഭിച്ചിരിക്കുന്നു, നിങ്ങൾ ക്ഷമയോടുകൂടി പ്രാർത്ഥനയോടുകൂടി ഇതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കാൻ ശ്രമിക്കൂ എന്ന് അവരെയും ഉത്ബോധനം ചെയ്യുകയാണ് ഈ വചനം. ഇഫ് മുസ്ലിംസ് ആക്റ്റഡ് വിത്ത് പേഷ്യൻസ് ആൻഡ് പ്രെയർ, ക്ഷമാപൂർവം പ്രാർത്ഥനാപൂർവം മുസ്ലിങ്ങൾ ഈ കാര്യം ഏറ്റെടുത്തിരുന്നുവെങ്കിൽ ദേ നീഡ് ഹാവ് നോ ഫിയർ, അവർക്കൊരു ഭയത്തിൻ്റെയും ആവശ്യം വരില്ലായിരുന്നു. ദേ നീഡ് ഹാവ് നോ ഫിയർ, അവർക്ക് ഒരു ഭയവും ഉണ്ടാകില്ലായിരുന്നു. ഒരു ബുദ്ധിമുട്ടും വരാത്ത നിലയിൽ അല്ലാഹു തആല അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കുമായിരുന്നു. അള്ളാഹു നിയോഗിച്ച നിയോഗിതനോടൊപ്പം നിന്നുകൊണ്ട് ആ ഉപദേശ നിർദ്ദേശമനുസരിച്ച് അവർ പ്രവർത്തിക്കുമായിരുന്നു എങ്കിൽ അവർക്ക് ദേ നീഡ് ഹാവ് നോ ഫിയർ, അവർക്കൊരു ഭയത്തിൻ്റെയും ആവശ്യം ഉണ്ടാകും. ഒബ്സർവ് പേഷ്യൻസ്, അതുകൊണ്ട് ക്ഷമ അവലംബിക്കുക. ആൻഡ് ആൾവേസ് പ്രേ ടു ഗോഡ് ഫോർ ഹെൽപ്പ്, എല്ലായ്പ്പോഴും അള്ളാഹുവിനോട് സഹായത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഇഫ് ദേ ആബ്സ്റ്റെയിൻ ഫ്രം ഈവിൾ, അവർ തെറ്റായ കാര്യങ്ങളിൽ നിന്ന്, തിന്മയായ കാര്യങ്ങളിൽ നിന്ന് അവർ പിന്മാറി നിൽക്കുകയാണെങ്കിൽ അള്ളാഹു വിൽ ഡെഫിനറ്റ്ലി സെൻഡ് ഹിം, അള്ളാഹു തആല തീർച്ചയായും അവരിലേക്ക് അയക്കുന്നതാണ് ഹിസ് ഹെൽപ്പ്, അവൻ്റെ സഹായം. നമ്മൾ തെറ്റിൽ നിന്നും മാറി ശരിയിലേക്ക് മാറി നിൽക്കുകയാണെങ്കിൽ, എന്നിട്ട് അതനുസരിച്ച് ക്ഷമയോടുകൂടി പ്രാർത്ഥനയോടുകൂടി നമ്മൾ അള്ളാഹുവിൻ്റെ സഹായം തേടുകയാണെങ്കിൽ സെൻഡ് ദം ഹിസ് ഹെൽപ്പ്, അവരിലേക്ക് അള്ളാഹു തആല അവൻ്റെ സഹായം എത്തിക്കുന്നതാണ്. ആൻഡ് ദേ വിൽ കോൺകർ ആൾ ഓപ്പോസിഷൻ, എല്ലാ എതിർപ്പുകളെയും അവർ ആക്രമിച്ച് കീഴടക്കും, എല്ലാ എതിർപ്പുകളെയും അവർക്ക് കീഴ്പ്പെടുക തന്നെ ചെയ്യും. അങ്ങനെ ഇൻഷാ അല്ലാഹ് ആ നിലയിൽ എല്ലാ എതിർപ്പുകളും ശമിക്കത്തക്ക നിലയിൽ, ആർക്കും ഒന്നും ചെയ്യാൻ ഒക്കാത്ത നിലയിൽ അള്ളാഹുവിൻ്റെ പ്രത്യേകമായ സഹായ ഹസ്തത്തിലായിരിക്കും നമ്മളുടെ ജീവിതം. ആ നിലയിലേക്ക് അള്ളാഹു തആല നമ്മളെ ഉയർത്തും. നമ്മൾ യഥാർത്ഥമായ നിലയിൽ അവനോട് ക്ഷമാപൂർവം വർത്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ ആയിരിക്കും സംഭവിക്കുന്നത്. ഇന്ന് വീണ്ടും ഈ സത്യനിഷേധികളുടെ മുമ്പിൽ നമ്മൾ അപമാനിതരായി ആശ്രിതരായി കിടക്കേണ്ടി വരുന്നുവെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ അള്ളാഹുവിനെ വേണ്ടതുപോലെ നോക്കിക്കാണുവാൻ, പ്രവാചകൻ്റെ ഉപദേശത്തെ വേണ്ടതുപോലെ ഉൾക്കൊള്ളുവാൻ, അതനുസരിച്ച് പ്രവർത്തിക്കുവാൻ തയ്യാറായില്ല എന്നുള്ളതാണ്. അല്ലാഹു തആല അവൻ്റെ വിശുദ്ധ ഖുർആനിലൂടെ നൽകിയിരിക്കുന്ന ഈ വിശദീകരണങ്ങൾ ഓരോ കാലഘട്ടത്തിലും വിശദീകരിക്കുന്നതിനായി നിയോഗിക്കുന്ന നിയോഗിതരോടൊപ്പം നിന്ന് ദിനരാത്രങ്ങൾ അതിൻ്റെ ശ്രേയസ്സിനും ഉയർച്ചയ്ക്കും വേണ്ടി പ്രവർത്തിക്കുവാനുള്ള തൗഫീഖ് അല്ലാഹു തആല നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വാക്കിലൂടെ അവസാനിപ്പിക്കട്ടെ. ജസാക്കുമുല്ലാഹു അഹ്സനുൽ ജസാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.